മില്ലറ്റ് ദോശ. മില്ലറ്റിൻ്റെ കൂടെ വരകിൻ്റെ കൂടെ ഉഴുന്നും ഒരല്പം ചോറും കൂടെ ചേർത്തിട്ടുണ്ട്. ഇത് ഉണ്ടാക്കിയത് എങ്ങനെയാണെന്ന് നമുക്ക് കാണാം. ഇത് ഒരാൾക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ ഒരല്പം ചിക്കനോ അല്ലെങ്കിൽ മീനോ അല്ലെങ്കിൽ മുട്ടയിലയും കൂടെ കറി വെച്ചതോ സാലഡോ ഒക്കെ ആയിട്ട് ഒരു നേരത്തെ ഫുഡ് എനിക്ക് ഒരു ദോശ മതി. ഇത് ഉണ്ടാക്കിയത് കാണാം. വരക് ദോശ ഉണ്ടാക്കാൻ വേണ്ടി ഞാനൊരു 2 ടേബിൾ സ്പൂൺ വരകെടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ 1 ടേബിൾ സ്പൂൺ ഉഴുന്നും. ഇതിനെ നമുക്ക് കഴുകി ഈ പാത്രത്തിലേക്ക് കുതിരാൻ വയ്ക്കാം. അതിനുശേഷം വേണ്ട കാര്യങ്ങളൊക്കെ ചേർത്ത് അരച്ചെടുത്ത് ദോശ ഉണ്ടാക്കാം. ഒരുപാട് ഗുണങ്ങളുള്ളതാണ് മില്ലറ്റുകൾ. അപ്പോൾ നമുക്ക് ഒന്നിലധികം മില്ലറ്റുകൾ ചേർത്ത് വേണമെങ്കിലും ദോശ ഉണ്ടാക്കാം. ഞാൻ ഇന്നിപ്പം വരക് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഒരല്പം ഒരു 1/4 ടീസ്പൂൺ ഉലുവ കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു കൊച്ചുള്ളിയും കൂടെ ചേർത്തിട്ട് ഒരു കുറച്ച് സമയം കഴിയുമ്പോൾ അരയ്ക്കാം. ഇതൊന്ന് കുതിർന്ന് വന്നോട്ടെ, എന്നിട്ട് നമുക്ക് അരച്ചെടുക്കാം. കുറച്ചൊന്ന് കുതിർന്ന് വന്നിട്ടുണ്ട്. നമുക്കൊരു സ്പൂൺ ചോറും കൂടെ ചേർത്തിട്ട് അരച്ചെടുക്കാം. ഒത്തിരി സമയം വെച്ചുകൊണ്ടിരുന്നാൽ കറണ്ട് പോയെങ്കിലും ഒന്ന് പേടിച്ചിട്ടാണ് ഞാൻ ഒരു 1.5 മണിക്കൂറൊക്കെ ആയിട്ടുള്ളൂ ഇത് വെള്ളത്തിലിട്ടിട്ട്. എന്നാലും നമുക്കങ്ങ് അരച്ചെടുത്തേക്കാം. ഇതിൻ്റെ കൂടെ കുതിരവാലിയോ ചാമയോ അല്ലെങ്കിൽ നമ്മുടെ ചുമന്ന റാഗിയോ ഒക്കെ ചേർക്കാം കേട്ടോ. നമുക്ക് അരിയുടെ കൂടെ വേണമെങ്കിലും ഇത് ചേർക്കാം. ഞാനിപ്പോൾ ഇത് മാത്രം 2 ദോശ ചുട്ടാൽ മതിയല്ലോ, അതുകൊണ്ട് ഇത് മാത്രമേ ചേർക്കുന്നുള്ളൂ. അരച്ചെടുത്തു, ഉപ്പും ചേർത്തു. ഇനി നമുക്കൊന്ന് ഇളക്കി വയ്ക്കാം. 1 മണിക്കൂർ അവിടെ ഇരുന്ന് അല്ലെങ്കിൽ എത്ര സമയം കൊണ്ട് പൊന്തി വരുമെന്ന് നമുക്ക് നോക്കാം. പൊന്തി വന്നിട്ട് ചുട്ടില്ലെങ്കിൽ പൊടി ചവയ്ക്കും. അതുകൊണ്ട് നമുക്ക് പൊന്തി വരാൻ വേണ്ടിയിട്ട് അല്ലെ പുളിച്ച് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ഒന്ന് മൂടി വയ്ക്കും. ദോശയ്ക്കുള്ള മാവ് റെഡിയായി വന്നിട്ടുണ്ട്. നമുക്ക് ദോശക്കല്ല് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. കല്ല് ചൂടായി വന്നിട്ടുണ്ട്. നല്ലെണ്ണയാണ് ചേർത്തിരിക്കണേ. ഇതിൻ്റെ 2 ദോശയ്ക്കുള്ളത് ഉണ്ടാക്കി വെച്ചിരിക്കണേ. പകുതി അങ്ങ് ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്കല്പം കാരറ്റ്, നമുക്ക് മുട്ടയോ എന്ത് വേണമെങ്കിലും ചേർക്കാം കേട്ടോ. ഈ ദോശയ്ക്കകത്ത് ആണെങ്കിൽ നമുക്ക് മുട്ട ഈ അരയ്ക്കുന്ന കൂട്ടത്തിലെല്ലാം ചുടാൻ നേരത്ത് ദോശ ചുടാൻ നേരത്ത് നമുക്ക് ഒരു മുട്ടയും കൂടെ ഇതിനകത്തേക്ക് ഉടച്ചൊഴിച്ച് ഇളക്കിയിട്ട് നമുക്ക് ചുടാം. നമുക്കൊരു തുള്ളി എണ്ണ കൂടെ ഒന്ന് തളിച്ച് കൊടുക്കാം. നമുക്ക് മറിച്ചിടാതെ മൂടി വെച്ചാലും മതി കേട്ടോ. പക്ഷെ ആ ഉള്ളിയൊക്കെ ഒന്ന് ആ എണ്ണയും ഉള്ളിയും കൂടെ ഒന്ന് സെറ്റാകുന്ന മറിച്ചിടുന്നതാണ്. അപ്പം നമ്മുടെ ഒന്നാമത്തെ വരക് ദോശ റെഡി. നമുക്ക് അടുത്തത് ഒഴിച്ചു കൊടുക്കാം.
നമുക്ക് അല്പം എണ്ണ ചേർത്തിട്ട് മറിച്ച് എണ്ണയൊന്ന് തളിച്ച് കൊടുത്തിട്ട് ഇനി നമുക്ക് മറിച്ചിടാം. കാരറ്റിനും സവോളയ്ക്കും പകരം നമുക്ക് നട്ട്സോ എന്ത് വേണമെങ്കിലും ഇടാൻ കേട്ടോ. അതിൻ്റെ മുകളിൽ ബദാം ഞുറുക്കിയതോ നട്ട്സ് ഞുറുക്കിയതോ അല്ലെങ്കിൽ അല്പം മുട്ടയിലയും കൂടെ കറി വെച്ച് വിട്ടിട്ട് മടക്കിയെടുക്കാം. ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ചു, എണ്ണ ഒഴിച്ചു, ഒരു 1/2 സ്പൂൺ എണ്ണ. അതിനകത്തേക്ക് ഞാൻ അല്പം ഇല അരിഞ്ഞതാണ് ഇടുന്നത്. ഒരല്പം ഉപ്പും ഒരല്പം കുരുമുളക് പൊടി. തേങ്ങ ഇഷ്ടമുണ്ടെങ്കിൽ ചേർക്കാം. ഒരു മുട്ടയെടുത്ത് ഉടച്ച് അല്പം ഉപ്പ് ചേർത്തൊന്ന് കൊടുത്തിട്ടുണ്ട്. നമുക്കിത് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇന്നത്തെ അത്താഴം ഇതാണ്. ഒരു റാഗി ദോശ, ഇലക്കറി, മുട്ട ചേർത്തത്, പിന്നെ സാലഡിൻ്റെ കുറച്ച് മുഴുവൻ വേണ്ട പകുതി കഴിച്ചാൽ മതി. അപ്പം നമുക്ക് ഈ ചൂടോടെ കഴിക്കാം. ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ വെച്ചിട്ട് ടേസ്റ്റ് പോകുന്നതിന് മുമ്പിൽ ചൂടോടെ കഴിക്കണം. അപ്പം നിന്ന് കഴിക്കാം. നമുക്ക് പലതരം മില്ലറ്റ് ദോശ ഉണ്ടാക്കാം. റാഗി കൊണ്ടും അതുപോലെ മിക്സായിട്ടും വരകും റാഗിയും ബാനിയാടും ഫോക്സ്ടെയിലോ പ്രോസോയോ ഏത് വേണേലും ചേർക്കാം. ബജ്രയൊക്കെ മാത്രം ഒരല്പം അരഞ്ഞു വരാൻ ബുദ്ധിമുട്ടുണ്ട്. അതിന് ഇച്ചിരി തൊണ്ടൊക്കെ കൂടുതലാണ്. മറ്റേ റാഗിയും ചാമയൊക്കെ ആണെങ്കിൽ ദോശ ചുടാൻ നല്ലതാണ്. മില്ലറ്റുകളുടെ ഗുണങ്ങളൊന്നും ആരും പറയേണ്ട കാര്യമില്ലല്ലോ. ഇന്നേ കാലത്ത് എല്ലാവർക്കും അറിയാം അല്ലേ. നാരുകളുള്ളതാണ്, കാർബോഹൈഡ്രേറ്റ് കുറവുള്ളതാണ്, പിന്നെ ധാതുക്കളും ഇരുമ്പും ഒക്കെ ഉണ്ട്. കഴിക്കാനും ഒരു ബുദ്ധിമുട്ടും ഇല്ല കേട്ടോ.